അങ്ങനെ നമ്മുടെ പ്രകാശം വന്നിരിക്കുകയാണ്. നമ്മുടെ കല്യാണിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരു ജോലി ആവശ്യപ്പെട്ടിട്ട് ചെന്നിരിക്കുകയാണ് നമ്മുടെ പ്രകാശൻ. അപ്പോൾ നമ്മുടെ പ്രകാശനെ നമ്മുടെ ദീപ നന്നായിട്ട് ആട്ടിപ്പായിക്കുകയാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമേ തന്നെ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ പ്രകാശൻ ജോലി അന്വേഷിച്ച് ചെന്നിരിക്കുകയാണ് നമ്മുടെ ദീപയുടെ വീട്ടിലേക്ക്. അപ്പോൾ ദീപ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വരരുതെന്ന്. ഇനി അധിക നേരം നിന്ന് സമയം പാഴാക്കണ്ട, പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്ക്. എൻ്റെ മരുമകൻ പറഞ്ഞിരിക്കുന്നതേ നിങ്ങളെ ഈ വീട്ടുവളപ്പിൽ കയറ്റരുതെന്നാണ്. ഈ വീട്ടിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ചൂലെടുത്ത് തല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഞാനത് ചെയ്യുന്നില്ല. നിങ്ങളിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണം എന്നിങ്ങനെ പറയുകയാണ് പ്രകാശൻ. അപ്പോൾ പ്രകാശൻ പറയുകയാണ്, നീ എന്നെ എന്ത് വേണേലും പറഞ്ഞോളൂ, എന്ത് പറഞ്ഞാലും എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ മോളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഉടനെ കല്യാണി മോളോ? ഏത് മോള്? നിങ്ങൾക്കതിനിവിടെ ഏത് മോളാണ് ഉള്ളത്? അത് എൻ്റെ കല്യാണി മോളോട്. കല്യാണി മോളോ? എപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് മോളായത്? നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ള ദുഷ്ടത്തരങ്ങളൊന്നും ഞാൻ ഒട്ടും മറന്നിട്ടില്ല. എല്ലാം എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഇപ്പോൾ നിങ്ങൾ വന്നതിന് പിന്നിലും എന്തെങ്കിലുമൊക്കെ കെണി ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രകാശം പറയാണ്, അതുകൊണ്ടല്ല, എൻ്റെ അമ്മയുടെ അവസ്ഥ അറിയില്ലേ? ദേ തൊട്ടടുത്ത വീട്ടിൽ പോയി വീട്ടുജോലി ചെയ്താണ് അമ്മ എൻ്റെ കാര്യം കൂടി നോക്കുന്നത്. അത് എനിക്ക് വിഷമമുള്ള കാര്യമാണ്. എൻ്റെ മോനാണെങ്കിൽ ജയിലിലുമായി. അപ്പോൾ ഇനി ഈ വയസ്സാം കാലത്ത് അമ്മയെ കഷ്ടപ്പെടുത്താതെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് അമ്മയെ സംരക്ഷിക്കാമെന്ന് കരുതുകയാണ്. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഒരു ഡ്രൈവറുടെ ഒഴിവുണ്ടെന്ന് കേട്ടു, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ കല്യാണി പറയണം, ഡ്രൈവറുടെ ഒഴിവോ? ഇനി അഥവാ ഏതെങ്കിലും ഡ്രൈവറുടെ ഒഴിവുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഞങ്ങൾ ജോലിക്ക് എടുക്കില്ല. അതിനെപ്പറ്റി നിങ്ങൾ സംസാരിക്കാനായിട്ട് ഇവിടെ നിൽക്കുകയും വേണ്ട. എത്രയും പെട്ടെന്ന് പൊയ്ക്കോ ഇവിടെ നിന്ന്. കിരണേട്ടൻ കണ്ടുകൊണ്ട് വന്നാലുണ്ടല്ലോ, അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയണം. അപ്പോൾ പ്രകാശനാണെങ്കിൽ ദേഷ്യം വരെയാണ്. അപ്പോൾ പ്രകാശം അതൊക്കെ കടിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് പുള്ളിക്കാരൻ. എന്നിട്ട് പ്രകാശം പറയുകയാണ്, അത് ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ വന്നിരുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദീപ പറയാണ്, ഇറങ്ങിപ്പോടോ, തനിക്ക് നാണമില്ലേ ഇങ്ങോട്ടേക്ക് വരാൻ? ദേ ഇനി മേലാൽ ഈ വീട്ടുവളപ്പിൽ താൻ കാലെടുത്ത് കുത്തിപ്പോരുത് എന്നിങ്ങനെ പറയുകയാണ്. വാ മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കല്യാണിയെ വിളിച്ചിട്ട് നമ്മുടെ ദീപ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് പ്രകാശൻ അവിടെ നിന്ന് പടിയിറങ്ങി പോവുകയാണ്. തിരിഞ്ഞ് നോക്കി പുള്ളിക്കാരൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രകാശനെ ഫോളോ ചെയ്യുന്ന രണ്ട് കണ്ണുകൾ ഇങ്ങനെ കാണിക്കുകയാണ്, ഒരു പെൺകുട്ടിയുടെ കണ്ണുകൾ. അത് ഒരു കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യുകയാണ് നമ്മുടെ പ്രകാശൻ നേരെ പോകുന്നത് നമ്മുടെ സരയുവിൻ്റെ വീട്ടിലേക്കാണ്. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ നമ്മുടെ മൂങ്ങ വന്നിട്ട് വാതിൽ തുറക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ പ്രകാശനെ കാണുകയാണ്. അപ്പോൾ പ്രകാശനോട് ചോദിക്കുകയാണ്, മോനെ പ്രകാശ, നീ എന്താ ഇവിടെ? അമ്മേ, ഞാനത് അടുത്ത വീട്ടിലേക്ക് പോയതാണ്, അപ്പുറത്തെ വീട്ടിൽ. എന്താ മോനെ നീ അങ്ങോട്ടേക്ക് പോയത്? അത് അമ്മേ, ഞാൻ അങ്ങോട്ടേക്ക് പോയത് ഒരു ജോലി തിരക്കി പോയതാണ്. ജോലി തിരക്കി നീ അപ്പുറത്തെ വീട്ടിൽ പോയോ? നീ എന്താ മോനെ ഈ പറയുന്നത്? അതെ അമ്മേ, ഇപ്പോൾ ഒരു ജോലി എനിക്ക് അത്യാവശ്യമാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? പിന്നെ വയസ്സാം കാലത്ത് അമ്മയെ ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് അവിടെ വർക്ക് സൈറ്റിൽ ഒരു ഡ്രൈവറുടെ ഒഴിവുണ്ടെന്നറിഞ്ഞു. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് പിന്നെ എന്തായി? അവരെന്നെ പട്ടിയെ ആട്ടുന്നണക്ക് ആട്ടിപ്പായിക്കായിരുന്നു അമ്മേ എന്നിങ്ങനെ പറയണം. അപ്പോൾ അമ്മ പറയണേ, നിനക്ക് നാണമില്ലേടാ പ്രകാശ അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട്? നീ എൻ്റെ മോൻ തന്നെ ആണോ? ഛേ, വലിയ മോശമായിപ്പോയി. ഞാൻ നിന്നെപ്പറ്റി ഇങ്ങനെയൊന്നും അല്ലടാ വിചാരിച്ചത്. എൻ്റെ അമ്മേ, ഞാൻ അങ്ങനെ ചെന്നത് വെറുതെ ഒന്നുമല്ല. അങ്ങനെ ഞാൻ വെറുതെ എങ്ങാനും അവരുടെ വീട്ടിൽ കാല് പിടിക്കാൻ ചെല്ലുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ മനസ്സിലും ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ എൻ്റെ കണ്ണിലെ കരടായോളില്ലേ ആ കല്യാണി, അവക്കിട്ടൊരു കൊട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഡ്രൈവറുടെ വേക്കൻസി ചെന്നിട്ട് അവിടെ പതുക്കെ പമ്മി ശ്രദ്ധ പിടിച്ച് പറ്റി അവിടെ അങ്ങനെ നിന്നതിന് ശേഷം ഒരു ദിവസം അവളെ കാലപിരിക്ക് അയക്കാൻ വേണ്ടിയിട്ട്, അവളെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ അവരെനിക്ക് ജോലി തന്നില്ല എന്ന് മാത്രമല്ല, എന്നെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറയുകയാണ്, എന്നാലും വല്ലാത്ത കഷ്ടമായിപ്പോയടാ പ്രകാശ. അപ്പോൾ ഉടനെ പറയാണ്, ഇല്ലമ്മേ, അവരെന്നെ എത്ര ജോലി തരാതെ ആട്ടിപ്പായിച്ചാലും ഞാൻ എന്നെങ്കിലും ഒരിക്കൽ കല്യാണിക്കിട്ടൊരു കെണി കൊടുക്കും. അവൾക്ക് നല്ലൊരു പണി ഞാൻ കൊടുക്കും. അവളെ ഞാൻ എന്നായാലും അവളെ കൊല്ലും. എൻ്റെ മോൻ
എൻ്റെ മോൻ ജയിലിൽ കിടക്കുന്നതിനുള്ള കാരണം അവൾ തന്നെയാണ്. അങ്ങനെയുള്ളവൾ പുറത്ത് കിടന്ന് അങ്ങനെ അധികം വിലസണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പ്രകാശൻ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുകയാണ്, എടാ പ്രകാശ, നീയും ജയിലിൽ പോയി കിടക്കാൻ തന്നെയാണോ നിൻ്റെയും തീരുമാനം? എന്തിനാടാ പ്രകാശ, നിൻ്റെ മോൻ തന്നെ ജയിലിലായി. ഇനി ഞാൻ ചാവുമ്പോൾ എനിക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും ആരും ഉണ്ടാവില്ലല്ലോടാ ഇങ്ങനെയാണെങ്കിൽ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പ്രകാശൻ പറയുകയാണ്, അമ്മേ ഞാൻ ഒന്നും കാണാതെ ഒന്നും ചെയ്യുന്ന ആളൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ രൂപയാണ് കാണിക്കുന്നത്. നമ്മുടെ രൂപയും CS ഉണ്ട്, അതുപോലെ കിരണും കല്യാണിയും അടുത്തുണ്ട്. അപ്പോൾ ആ സമയത്ത് കല്യാണി നല്ല വിഷമത്തിലാണ്. അച്ഛൻ്റെ മനസ്സ് മാറിയോ എന്നാണ് കല്യാണിയുടെ സംശയം. അപ്പോൾ നമ്മുടെ രൂപ പറയണ, എൻ്റെ മോളെ കല്യാണി, നീ എത്രയാണെങ്കിലും നീ പഠിക്കില്ലല്ലോ. അങ്ങേരുടെ മനസ്സൊന്നും ഒരിക്കലും മാറാനൊന്നും പോകുന്നില്ല. ഇനി അയാൾക്ക് വേണ്ടുന്ന ഒരു സഹായവും നീ ചെയ്യുകയും വേണ്ട. പിന്നെ അയാളുടെ ഹാർട്ട് നിന്ന് പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ നീ നന്നായിട്ട് അയാളെ സഹായിച്ചല്ലോ. അത് തന്നെ വേണ്ടാത്തതായിരുന്നു. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നീ അയാളെ അറ്റാക്ക് വന്ന് കിടന്ന സമയത്ത് സാമ്പത്തികമായിട്ട് സഹായിച്ചു എന്ന് അറിഞ്ഞപ്പോൾ നിൻ്റെ ചെകിട് പുളക്ക് ഒരെണ്ണം തരാനാണ് എനിക്ക് തോന്നിയത്. പിന്നീട് ഞാനത് ചെയ്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ CS പറയാണ്, അത് ശരിയാ മോളെ, എനിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ തോന്നിയത്. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. നിൻ്റെ അച്ഛനൊക്കെ ശരി തന്നെയാണ്. നിന്നോട് എന്തെല്ലാം ക്രൂരതകളാണ് അയാൾ കുട്ടിക്കാലം തൊട്ടേ കാണിച്ചു പോകുന്നത്. അതുമാത്രമോ ഇപ്പോഴും ചെയ്യുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ടിട്ട് അപ്പോൾ കൊണ്ടിരുന്നിട്ട് നമ്മുടെ കല്യാണി പറയണം, അത് പിന്നെ എല്ലാവർക്കും ഒരുപോലെ ആവാൻ പറ്റില്ലല്ലോ അമ്മേ. എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ CS പറയണേ, എൻ്റെ കല്യാണി, നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി ചൊല്ലി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. നീ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കല്ലുമോന് 1 വയസ്സ് കഴിഞ്ഞില്ലേ, ഇനി കല്ലുമോൻ്റെ ഇളയതായിട്ട് ഒരു കുഞ്ഞുവാവ് കൂടി ഈ കുടുംബത്തേക്ക് വരണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ വഴിയെ പോകുന്ന വയ്യാവെല്ലാം എടുത്ത് കഴുത്തിൽ വെക്കേണ്ട ഒരാവശ്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്തിന് നമ്മുടെ കിരൺ പറയാണ്, കല്യാണി പറയുന്നത് അവളുടെ കൂട്ടുകാരിയല്ലേ നയനയ്ക്കൊരു കുഞ്ഞ് ആയതിനു ശേഷം മതി അവൾക്ക് ഇനിയൊരു കുഞ്ഞ് എന്നാണ് പറയുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ CS പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ. ആദർശും നയനയും തമ്മിലുള്ള ജീവിതം പോലെ അല്ലല്ലോ നിങ്ങൾ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രൂപ പറയാണ്, അത് ശരിയാണ്, കല്ലുമോനും ചാരുമോൾക്കും കൂടി ഒരു കൂട്ടിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതേ സമയത്ത് നമ്മുടെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദീപ വന്നിട്ട് വാതിൽ തുറക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി അവിടേക്ക് വരികയാണ്. നമ്മുടെ മൂങ്ങ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദീപ വന്ന് വാതിൽ തുറക്കുമ്പോഴാണ് ചോദിക്കുന്നത്, അയ്യോടി നീ എന്നെ കണ്ടാലറിയോ? എടി മരുമോളെ, നിൻ്റെ ഗർഭം ഞാൻ കാണുന്നുണ്ട്. എടി അല്പന് അർത്ഥം കിട്ടിയ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. നീ പിടിക്കുന്നത് ഇമ്മിണി വലിയ കുടയാടി എന്നൊക്കെ പറയുകയാണ്. നിനക്കെന്താടി എന്നെ കാണുമ്പോഴത്തേക്ക് ഒരു പുച്ഛം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ദീപ പറയണേ, നിങ്ങളെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? നിങ്ങളടുത്ത് മനഃപൂർവ്വം തന്നെയാണ് പുച്ഛം കാണിക്കുന്നത്. അല്ലാതെ നിങ്ങൾ സ്നേഹിക്കേണ്ട ആവശ്യം എന്താ? നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ വന്നതേ മനസ്സായിട്ടാണ് വന്നത്. എന്താടി ഞാനിവിടെ വന്നാലേ കുഴപ്പം? എത്രയൊക്കെ ആണെങ്കിലും ഞാനും കല്യാണിയുടെ അമ്മൂമ്മ തന്നെയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. നിങ്ങൾ അമ്മൂമ്മയോ? എന്തമ്മൂമ്മ? നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കൊന്നും ഒരു സ്നേഹവും ആരോടും ഇല്ല. നിങ്ങൾക്കും അതെ, നിങ്ങളുടെ മോനും അതെ. ഇനി ഇറങ്ങിപ്പോകാൻ പറയുന്നതിന് മുമ്പേ നിങ്ങൾ അതാ നിങ്ങൾക്ക് നല്ലത്. വെറുതെ ഇവിടെ നിന്നിട്ട് കിരൺ മോൻ്റെ വായിലിരിക്കുന്നതൊന്നും കേൾക്കണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിരണും നമ്മുടെ കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ നമ്മുടെ മൂങ്ങമുത്തശ്ശി പറയണം, അയ്യോടി നിന്നേക്കെ നല്ലതുപോലെ കണ്ട് 2 വർത്താനം പറയാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. ഞാനേ തൊട്ടടുത്ത വീട്ടിലെ ജോലിക്ക് നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവിടെ നിന്ന് ഞാൻ ചട്ടിയും കലവും പാത്രമൊക്കെ തേച്ച് കഴിയുമ്പോഴുണ്ടല്ലോ നിനക്കൊക്കെ നാണക്കേടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അപ്പുറത്തെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അതിന് ശേഷം പറയുകയാണ്, അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, അപ്പം നമ്മുടെ ദീപ പറയണം, നിങ്ങൾ ഏത് വീട്ടിലാണ് പോയി പാത്രം കഴിവ്, അതിന് ഞങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് എന്നിങ്ങനെ പറയണം. അപ്പോൾ കിരൺ പറയണം, അല്ല നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഏതെങ്കിലും അന്നദാനം നടക്കുന്ന ക്ഷേത്രം നോക്കി വെക്കണം. കാരണം നിങ്ങൾക്ക് വയസ്സ് 10-75 കഴിഞ്ഞില്ലേ. ഇനി നിങ്ങൾക്ക് വയസ്സാം കാലത്ത് നിങ്ങളെ ആരും നോക്കില്ല. നിങ്ങളുടെ ജയിൽ പുള്ളിയായ കൊച്ചുമോനോ അതുപോലെ അറ്റാക്ക് വന്ന് ഏത് നിമിഷം വേണമെങ്കിലും ശരീരം നിന്ന് പോവാവുന്ന ഒരു മകനുമല്ലേ നിങ്ങൾക്കുള്ളത്. അവർ എന്തായാലും നിങ്ങൾക്ക് ഉപകരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും അന്നദാനപ്പുര നോക്കി വെക്കുന്നതായിരിക്കും നന്നായിരിക്കുന്നത് എന്നിങ്ങനെ കിരൺ പറയുകയാണ്.
അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മൂങ്ങ പറയുകയാണ്, അതേടാ, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, ഞാൻ ഇരുന്ന് നിരങ്ങേ അല്ലെങ്കിൽ കിടന്നു പോവേ എന്ത് വേണേലും ആയിക്കോട്ടെ, ഞാൻ അന്നദാനപ്പേരെ നോക്കി വെക്കാതെ ഇരിക്കട്ടെ. എടാ, നീയും നിൻ്റെ കുടുംബവും എല്ലാം മുടിഞ്ഞു പോവും. ദേ ഈ ഇരിക്കുന്ന കല്യാണി ഉണ്ടല്ലോ, ഒരു ഇരിപ്പിലിരുന്ന് നിരങ്ങും, അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും എന്നിങ്ങനെ പറയുകയാണ്. ദേ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ടെ ആരും കള്ളമാണെന്ന് വിചാരിക്കണ്ട. ദേ കണ്ടില്ലേ, കരിനാക്കാണ് എൻ്റെ നാക്ക്, കണ്ടില്ലേ, ഇത് കരിനാക്കാണ്, അതുകൊണ്ട് പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കിരൺ കല്യാണിയോട് പറയാണ്, എൻ്റെ കല്യാണി കണ്ടില്ലേ, ഇതുപോലെയുള്ള ഇനങ്ങളോട് നിനക്ക് സിമ്പതി, നീ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലോ. പ്രകാശം വന്നിട്ട് പോയപ്പോൾ തന്നെ നിനക്ക് നല്ല സങ്കടമായതല്ലേ, കണ്ടില്ലേ, ഇതൊക്കെയാണ് ആൾക്കാർ. ഇവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ നിന്നാലുണ്ടല്ലോ നമ്മളടുത്ത് ദൈവം പോലും കോപിക്കത്തേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ പ്രകാശൻ ഇങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്ക് പ്രകാശന് ഒരു കോള് വരികയാണ്. നമ്മുടെ ബാലണ്ണനാണ് വിളിക്കുന്നത്. ബാലണ്ണനോട് ചോദിക്കുകയാണ് പ്രകാശൻ, എന്താ ബാലണ്ണ വിളിക്കുന്നത്, എന്താ കാര്യം? എടാ പ്രകാശ, നീ പെട്ടെന്ന് ഇങ്ങ് പോര്, അർജൻറ്റായിട്ട് നീ എൻ്റെ വർക്ക്ഷോപ്പിലേക്ക് വാ. എന്താ ബാലണ്ണ, എന്താ കാര്യം എന്നൊക്കെ ഞാൻ ഇങ്ങ് വന്നിട്ട് പറയാം, നീ പെട്ടെന്ന് ഇങ്ങ് വാ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശൻ പറയണത് ഇപ്പം വരുന്നു, ഞാനിപ്പം അങ്ങോട്ടേക്ക് വരാം എന്നിങ്ങനെ പ്രകാശൻ പറയുകയാണ്. അതേസമയത്ത് നമ്മുടെ മൂങ്ങമുത്തശ്ശി ആണെങ്കിൽ തിരിഞ്ഞു നോക്കി നമ്മുടെ കിരണിൻ്റെയും കല്യാണിയുടെയും വീട്ടിലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ പ്രാഗി പോവുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. ഇന്നത്തെ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുന്നവർ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെയാകുമ്പോൾ നിങ്ങൾ മറന്നുപോകും, ഞാനും മറന്നുപോകും. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.